അടുത്തത് നമ്മൾ പാരലൽ കോമ്പിനേഷൻ ഓഫ് 3 റെസിസ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. So we have a parallel combination of 3 resistors with resistance values R1, R2 and R3 connected between 2 points A and B in this circuit. Now the current through this circuit is provided by a cell whose terminal potential difference is capital V volt. അപ്പോൾ ഇതിനകത്ത് പാരലൽ ആണെന്ന് പറയുക ഒരു സർക്യൂട്ടിലെ കോമ്പണന്റുകൾ, ഇവിടെ കോമ്പണന്റുകൾ ഈ 3 റെസിസ്റ്റേഴ്സ് ആണ്. ഈ 3 കോമ്പണന്റുകൾ പാരലൽ ആണെന്ന് പറയുന്നത് അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ സെയിം ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് R1ന്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, R2ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, R3ക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇനി എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ പോയിന്റ് എയും പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ലും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഐഡിയൽ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ്. ഐഡിയൽ കണ്ടക്ടറിലെ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ പോയിന്റിലും ഉണ്ടാവുക. സിമിലർലി ബിയും നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ലും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഐഡിയൽ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ്. ഐഡിയൽ കണ്ടക്ടറിലെ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് പോയിന്റ് ബിയിലും ഉണ്ടാവുക. അതുകൊണ്ട് എയിലെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെല്ലിലെ പൊട്ടൻഷ്യലാണ് എയിലെ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി സെല്ലിലെ പൊട്ടൻഷ്യലാണ് ബിയിലെ പൊട്ടൻഷ്യൽ. അപ്പോൾ എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെല്ലിന്റെ ടെർമിനൽസ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ബി. And therefore all the resistors have the same potential difference across them. ഓരോരുത്തർക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഫസ്റ്റ് റെസിസ്റ്റർ V1 ആണെങ്കിൽ V1 ഈക്വൽ ടു ഈ ഓംസിലോ അനുസരിച്ച് R1ലൂടെ ഒഴുകുന്ന കറണ്ട് I1 ആണെങ്കിൽ R1ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഗിവൺ ബൈ V1 ഈക്വൽ ടു I1 ഇൻറ്റു R1. ആൻഡ് therefore ഇതിൽ നിന്നും കിട്ടും therefore I1 is equal to V1 divided by R1. Similarly, the potential difference across the second resistor R2 is given by V2 equal to I2 into R2, from which we get I2 is equal to V2 divided by R2. And the potential difference across the third resistor V3 is equal to I3 into R3, from which we get I3 is equal to V3 divided by R3. Now, as we understood earlier, the potential difference across all resistors is the same, which is equal to the terminal potential difference of the cell. And therefore, V1, V2, V3 എന്ന് വേറെ എഴുതണ്ട, എല്ലാം V1 equal to V2 equal to V3 is V3, which in turn is equal to the terminal potential difference of the cell. അപ്പോൾ V1, V2, V3 ഉള്ളതിന് പകരം നമ്മൾ V ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു. V1, V2, V3 V ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു. Now പോയിന്റ് എയിൽ ഈ പോയിന്റിൽ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ അനുസരിച്ച് ദ കറണ്ട് എൻ്ററിങ് എ ജംഗ്ഷൻ പോസിറ്റീവായിട്ടും കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, വിച്ച് മീൻസ് ദാറ്റ് I minus I1 minus I2 minus I3, the algebraic sum of the various currents meeting at any junction is equal to 0. That is I1 plus I2 plus I3, I1 plus I2 plus I3, I1ഉം I2ഉം I3ഉം അങ്ങോട്ട് കൊണ്ടുപോവുക, I ഇവിടെ തന്നെ വയ്ക്കുക, ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു I. ഇനി I1ൻ്റെയും I2ൻ്റെയും I3യുടെയും വാല്യൂസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് മീൻസ് ദാറ്റ് V ഡിവൈഡഡ് ബൈ R1 പ്ലസ് V ഡിവൈഡഡ് ബൈ R2 പ്ലസ് V ഡിവൈഡഡ് ബൈ R3 ഈക്വൽ ടു I. എല്ലാത്തിലും കോമൺ ആയിട്ട് V ഉണ്ട്, V പുറത്തേക്ക് എടുക്കുക. സോ V ഇൻറ്റു 1 ബൈ R1 plus 1 by R2 plus 1 by R3 is equal to capital I. Suppose that this is equation number 1. അപ്പോൾ നമ്മൾ പോയിന്റ് എയിൽ കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. Now we replace 3 resistors between A and B by a single resistor which provides the same effect as that provided by the parallel combination of these 3 resistors. ഈ 3 റെസിസ്റ്റേഴ്സ് തന്നിരിക്കുന്ന അതേ ഇഫക്റ്റ് തരുന്ന ഒരു സിംഗിൾ റെസിസ്റ്റർ എക്കും ബിക്ക് ഇടയിൽ കണക്ട് ചെയ്തപ്പോൾ ഈ സർക്യൂട്ടിലുള്ള അതേ ഇഫക്റ്റ് തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. എന്താണ് ഈ സർക്യൂട്ടിലുള്ള ഇഫക്റ്റ്? ഈ സെല്ല് ഉപയോഗിക്കുമ്പോൾ ഈ സർക്യൂട്ടിലുള്ള മൊത്തം കറണ്ട് I ആക്കി മാറ്റിയതാണ് ഈ 3 പേരുടെയും കൂടെ പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ 3 പേർക്ക് പകരം നമ്മളൊരു സിംഗിൾ റെസിസ്റ്റർ എക്കും ബിക്ക് ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നു, അതേ കറണ്ട് ആണ് സർക്യൂട്ടിൽ അപ്പോഴും ഒഴുകുന്നതായിരിക്കും. എന്നുവെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന സർക്യൂട്ടിലുള്ള മൊത്തം കറണ്ട് I ആണ്, ഇപ്പോൾ ഈ ഇഫക്റ്റീവ് റെസിസ്റ്റർ ഈ റെസിസ്റ്റർ കണക്ട് ചെയ്തപ്പോഴുള്ള കറണ്ടും I തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്ററിനെ
നേരത്തെ കണക്ട് ചെയ്ത 3 പേരുടെയും കൂടെ പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ കിർച്ചോഫ് സെക്കൻഡ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്യുക. കിർച്ചോഫ് സെക്കൻഡ് റൂൾ ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ ആദ്യം നമ്മളൊരു പാത സെലക്ട് ചെയ്യണം. സോ വി സെലക്ട് ക്ലോക്ക് വൈസ് പാത്ത്. ഒരു ക്ലോക്ക് വൈസ് പാത്ത് സെലക്ട് ചെയ്തു. ആ പാത്തിൽ അതേ ദിശയിൽ തന്നെയാണ് ഐ, അതുകൊണ്ട് ഐ പോസിറ്റീവ് ആണ്. സോ ഐ ഇൻറ്റു ആർ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഐ ഇൻറ്റു ആർ ഈക്വലന്റ് ഇസ് ഈക്വൽ ടു വി എന്ന് വന്നു. ഐ ഇൻറ്റു ആർ ഇഫക്റ്റീവ് ഈക്വൽ ടു വി എന്ന് വന്നു. Therefore വി ഡിവൈഡഡ് ബൈ ഈ വി ഇവിടെ വെക്കുക, ആർ ഇഫക്റ്റീവ് പുറത്തേക്ക് കൊണ്ടുപോവുക. വി ഡിവൈഡഡ് ബൈ ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ഐ എന്ന് വന്നു. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെന്ന് വിചാരിക്കുക. ഇക്വേഷൻ നമ്പർ 1ന്റെയും ഇക്വേഷൻ നമ്പർ 2ന്റെയും ആർ എച്ച് എസുകൾ സെയിം ആണ്. രണ്ടും ഒരേ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ആൻഡ് therefore എൽ എച്ച് എസുകളും ഈക്വൽ ആയി പറ്റൂ. വി ഡിവൈഡഡ് ബൈ ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു 1/R1 പ്ലസ് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. വി ക്യാൻസൽ ചെയ്യുക. വാട്ട് റിമൈൻസ് ഈസ് 1/R effective is equal to 1/R effective is equal to 1/R1 plus 1/R2 plus 1/R3. So using this equation we can calculate the effective or equivalent resistance of 3 resistors connected in parallel. ഇനി 2 പേരെ ഉള്ളെങ്കിൽ 1/R effective equal to 1/R1 plus 1/R2. 3-ലധികം ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ 3-ലധികം ടേമുകൾ വരും. 1/R4 plus 1/R5 അങ്ങനെ വന്നുകൊണ്ടിരിക്കും. Now, another interesting fact about the parallel combination is that the effective resistance in parallel combination, ഉദാഹരണത്തിന് R1, R2, R3, 2 ohm, 3 ohm and 4 ohm വീതാന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ 1/R effective ഈ 3 പേരുമാണ് പാരലായിട്ട് കണക്ട് ചെയ്തെങ്കിൽ 1/R effective equal to 1/2 plus 1/3 plus 1/4, 1/2 plus 1/4. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ we'll get the value of R effective. ആ ആർ ഇഫക്റ്റീവിന്റെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ദ ലീസ്റ്റ് അമംഗ് ദീസ് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ്. ഈ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിൽ ഏറ്റവും കുറവുള്ളത് 2 ആണ്. ആ ഏറ്റവും കുറവുള്ളതിനേക്കാൾ കുറവായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷനിലാണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏതാണോ അതിനേക്കാൾ വലുതായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് കോമ്പിനേഷനിൽ. പാരലൽ കോമ്പിനേഷനിൽ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് എത്രയാണോ അതിനേക്കാൾ ചെറുതായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ എപ്പോഴാണ് സീരീസ് കോമ്പിനേഷൻ ഉപയോഗിക്കുക, എപ്പോഴാണ് പാരലൽ കോമ്പിനേഷൻ ഉപയോഗിക്കുക എന്നുള്ള ചോദ്യം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഉത്തരം ഇതാണ്. എപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള റെസിസ്റ്ററുകളെക്കാൾ വലിയ റെസിസ്റ്റൻസിന്റെ ആവശ്യം നമുക്ക് ഉണ്ടാവുക ആ സമയത്താണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ ഉപയോഗിക്കുക. എപ്പോഴാണോ നമ്മുടെ കയ്യിലുള്ള റെസിസ്റ്റൻസ് വാല്യൂസിനേക്കാൾ ചെറിയ റെസിസ്റ്റൻസ് മാത്രം നമുക്ക് ഒരു സർക്യൂട്ടിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ള സാഹചര്യം വരുന്നത് അപ്പോഴാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ.